ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സീക്രട്ട് ഫീലിങ്സ് ആണ്. എന്താണ് അവർ മനസ്സിൽ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്പ്രെഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ലൈഫിൽ ഹാപ്പി ആയിട്ടൊക്കെ പോകുന്ന ഒരു ഫേസ് തന്നെയായിരിക്കും. അതായത് വലിയ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം വിചാരിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. മേ ബി ഇവരുടെ പാസ്റ്റിൽ കുറച്ച് ബുദ്ധിമുട്ടുകളോ സ്ട്രഗിൾസോ ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം കുറച്ച് മുന്നിലേക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരവസ്ഥ തന്നെയാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ പതിയെ സമയം ക്ലിയർ ആയിട്ട് വരിക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയിലാണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൊരു ടൈം പീരീഡ് ആയിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു കരിയർ വൈസോ അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലിയോ, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സ്വന്തമാക്കാനോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിരുന്ന പല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വരുന്നൊരവസ്ഥയൊക്കെ ആ ഒരു രീതിയിലായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് ഒരു നിരാശാബോധം ഉണ്ട്, അല്ലെങ്കിൽ ഒരു നഷ്ടബോധം ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പല രീതിയിലുള്ള ഒരു സന്തോഷങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നിട്ടും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിനകത്തൊരു വേദനയായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ തന്നെ ആയിരിക്കും. കാരണം ഏതെങ്കിലും തരത്തിലൊരു കോണ്ടാക്റ്റ് ഉണ്ടായി നിങ്ങളോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു എനർജിയിൽ ആ ഒരു പേഴ്സൺ വരില്ല. ഒരു പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി പറഞ്ഞിട്ട് പോയൊരു വ്യക്തിയായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലെങ്കിൽ അവർ ലൈഫിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു നോ കോണ്ടാക്റ്റിലേക്കെല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ വരാൻ തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബേസിക്കലി നിങ്ങളുടെ കാര്യത്തിലാണ് ഈ ഒരു പേഴ്സൺ ഒരു മാനസിക വിഷമം, അല്ലെങ്കിൽ ഒരു നഷ്ടബോധം കാര്യങ്ങളൊക്കെ തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നല്ല രീതിയിൽ തന്നെ സ്പൈ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്പൈ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ബ്ലോക്ക്ഡ് സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് മാറ്റി വരുന്നൊരവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫേക്ക് പ്രൊഫൈലിൽ നിന്നെങ്കിലും നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കാരണം നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ ചില കാര്യങ്ങളിൽ യാതൊരു ക്ലാരിറ്റിയും ഇല്ല എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒന്ന് ഹേർട്ട് ചെയ്ത് പോയൊരു വ്യക്തിയായിരിക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കാം ഇപ്പോൾ പുറമെ പെരുമാറുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയയിലായാലും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു പേഴ്സണെ വളരെയധികം സസ്പീഷ്യസ് ആക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു പഴയ സ്നേഹം ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇപ്പോൾ ഇല്ല എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നേരത്തെ നിങ്ങൾ അത്രയും ഒരു കെയറിങ് അല്ലെങ്കിൽ താല്പര്യം ഒക്കെ ഈ ഒരു പേഴ്സണോട് കാണിച്ച ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ 100% ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയതുപോലെയല്ല, എന്തൊക്കെയോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, ഈ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു കാരണവശാലും അവരില്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നു എന്ന് കണ്ടപ്പോഴുള്ള ഒരു ടെൻഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെയധികം സസ്പീഷ്യസ് ആയിട്ടാണ് നോക്കുന്നത്. എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പഴയ വ്യക്തിയല്ല. ഇപ്പോൾ മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും
ഞാൻ എൻ്റേതാണെന്ന് കരുതിയിരുന്ന ആ ഒരു പഴയ പേഴ്സൺ അല്ല. അവർക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നെയും ഇപ്പോൾ ആ ഒരു പഴയ കാര്യം ഈ ഒരു പേഴ്സണ് മാനസികമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധത്തിലാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ കൊള്ളാം, ഒരു ന്യൂ സ്റ്റാർട്ട് ഇതിനകത്ത് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷെ അവരെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കി നിർത്തുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മാറ്റം വന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഏതെങ്കിലും പുതിയ റിലേഷൻഷിപ്പ് വന്നോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അത് അവരെ വളരെയധികം ഡിസപ്പോയിൻ്റ് ആക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണേക്കാൾ കുറച്ചുകൂടി നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സഹാനുഭൂതിയും സ്നേഹമൊക്കെ ഇവരെക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവാം. അപ്പം അത്രയും ഒരു അറിവുള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെക്കാളും ലൈഫ് എക്സ്പീരിയൻസസ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് അഡ്വൈസസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ട് നോക്കുമ്പോൾ അവരെക്കാൾ നിങ്ങൾ കുറച്ചൊരു ഉയർന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് മാനസികമായിട്ട് അവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ നിങ്ങൾ അങ്ങനെയുള്ള ആ ഒരു എമ്പതി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തരത്തിലല്ല. തീർച്ചയായിട്ടും എന്തൊക്കെയോ സീക്രറ്റ്സ് നിങ്ങളുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് എടുത്ത് നിൽക്കുന്ന എനർജീസ് എന്ന് പറയുന്നത് തന്നെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആണ്. ചിലപ്പോൾ നിങ്ങളിൽ 2 പേരിൽ ഒരാൾ ഈ പറഞ്ഞ പോലെ വാട്ടർ സയൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ ജെമിനായി, ലിബ്ര, അക്വേറിയസ്, ആ എനർജീസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മറ്റ് എനർജീസ് ഇല്ല എന്നല്ല, പക്ഷേ ഇത് വളരെ കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിനകത്ത്. ഈ ഒരു പേഴ്സണെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ രഹസ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയോ കള്ളത്തരം പറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവാം. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു പേഴ്സണും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. നിങ്ങളുടെ അടുത്ത് പെട്ടെന്നൊന്നും കബളിപ്പിക്കാൻ പറ്റില്ല, നിങ്ങളത് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല എന്നുള്ളത്. ഇപ്പോൾ ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ കൗൺസിലിംഗ് അങ്ങനെയുള്ള പ്രൊഫഷനൊക്കെ ചൂസ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും, അങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ടാരറ്റ് റീഡിംഗ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ആസ്ട്രോളജി അങ്ങനെയുള്ള ഏതെങ്കിലും വിഷയങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ടാരറ്റ് റീഡറോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് റീകൺസിൽ ആവണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളത് തന്നെയാണ്. ജസ്റ്റ് ഒരു റീകൺസിലേഷൻ മാത്രമല്ല, ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ചില കാര്യങ്ങളാണ് അവർക്ക് അതിനൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഒരു ഫിയറിങ് എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ പോലെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു പഴയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമോ ഈ ഒരു പേഴ്സണെ എന്നുള്ളൊരു ഭയമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാനസികമായിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ പിന്തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത് ഇവർക്കൊരു ഹാർട്ട് ബ്രേക്ക് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ആ ഒരു പേഴ്സണ് ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയല്ല. അപ്പോൾ ഇവിടെ നിങ്ങളെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് ഈ ഒരു പേഴ്സണെ തീർച്ചയായിട്ടും ഹോണ്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മൊമെൻറ്റ്സ് ആയിരിക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ടെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു കരിയർ അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്കൊരു ഫിനാൻഷ്യലി പ്രോബ്ലമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് വരാമെന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ തീർത്തും റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്ത് കളയുന്ന ആൾക്കാരുണ്ട്. ഇതവിടെ തന്നെയുള്ളതല്ലേ, പിന്നെ പരിഗണന കൊടുക്കാം, ഇപ്പം എൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ വശത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ആ ഒരു രീതിയിൽ വരുന്നവർ ചിന്തിക്കാറില്ല. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി മാറി നിന്നൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏരിയ എല്ലാം ഇപ്പോൾ വളരെയധികം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ വേണ്ടതെന്ന് പറയുന്നത് നിങ്ങളെ ലൈഫിലേക്ക് കൂടെ കൂട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരിക എന്നുള്ളതാണ്. ഇപ്പോൾ റീകൺസിലേഷനായിട്ട് ഈ ഒരു പേഴ്സൺ വരുന്നതും ആ ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്. ദാറ്റ് മീൻസ് വളരെ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഷൈനസ് ഉണ്ട്. അതായത് നേരിട്ട് ഇടിച്ചു കയറി വരാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. ചിലപ്പോൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും ആ ഒരു ചളിപ്പോട് കൂടിയാണ് വരുന്നത് എന്നുള്ളതാണ്. മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്, പക്ഷേ വളരെ ആ ഒരു പഴയ സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചില കാര്യത്തിന് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ.
ചിലപ്പോൾ പാസ്റ്റിൽ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഇടപഴകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺവെർസേഷൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ച ആൾക്കാരെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ വെച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെ അനാവശ്യമായിട്ട് പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ ഭാവനയിൽ പല രീതിയിൽ ഇങ്ങനെയാണോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വേറെ ഇതിലേക്ക് പോയോ ഇങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭയമായിരിക്കും ചിലപ്പോൾ കാൽക്കുലേഷനിൽ അല്ലെങ്കിൽ നമ്മൾ അതാണ് റിയൽ എന്ന് വിചാരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ ഒരു കാര്യം എന്തായാലും ഷുവറാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയെന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയി നിങ്ങൾക്ക് ഇനി ഒരു തരി സ്നേഹം പോലെ ഈ ഒരു പേഴ്സണോട് ബാക്കിയില്ല എന്നറിയുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ തകർന്നു പോകുന്നുള്ളതാണ്. കാരണം അത് അവർക്ക് അത്രയും ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളോട് അവർ നാണക്കേട് കാരണം ചിലപ്പോൾ പുറമേ കാണിച്ചില്ല എന്ന് വരാം. പക്ഷേ എങ്കിലും മാനസികമായിട്ട് ആ ഒരു പേഴ്സണ് അവരുടെ ഒരു ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സംഗതിയായിരിക്കും നിങ്ങൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും കയറി വന്നു എന്നറിയുന്നത്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ പുറകെ നടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചങ്കെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ചെമ്പരത്തി പൂന്ന് പറയുന്ന പോലെ അത്രയും സ്നേഹമുണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ തലതല്ലി കരഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ ഒരു ഡിസ്റ്റർബാണ്, അല്ലെങ്കിൽ ഇത്രയൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് തീർത്തും അതിനെ വൽക്കരിക്കുന്ന വ്യക്തികളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പം അത്രയും ഒരു ഹേർട്ടൊക്കെ അനുഭവിക്കുമ്പോൾ പലരും മനസ്സോടെയാണെന്നുണ്ടെങ്കിലും പതിയെ മൂവ് ഓൺ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ തീർത്തും മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും. അതായത് ഞാനായിട്ട് എന്തിനാണ് ഇനി ശല്യപ്പെടുത്തുന്നത്, അവരവരുടെ സന്തോഷത്തിന് ജീവിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ അപ്പോഴായിരിക്കും ഇവർക്ക് ബോധം ഉദിക്കുന്നത്. അല്ലെങ്കിൽ അതുവരെ പുറകെ ഉണ്ടായിരുന്ന ഒരു പേഴ്സണെ കാണാണ്ടാവുമ്പോഴത്തേക്കും ഇവർക്ക് ആകെ പരിഭ്രമം, വെപ്രാളം കാര്യങ്ങളൊക്കെ ആവും. ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ പോലും നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തി എന്ന് വരാം. അതായത് നിങ്ങളാണ് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത്, അവർ പാവം, അവർ വളരെ ഒരു വിക്റ്റിമായിട്ടിരിക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് ആവശ്യം. ഇനിയിപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളായിട്ട് 99% കൊണ്ടുപോയി അതിനകത്ത് ഇടാതിരിക്കുന്നതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും നല്ലത് ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പേഴ്സൻ്റെ എനർജി കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡ് കണ്ടപ്പോൾ അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണെന്നുള്ളത് നമുക്കിതിനകത്ത് അറിയില്ല. ഇവരുടെ ഒരു സീക്രട്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീകൺസിലിയേഷൻ ആഗ്രഹമുണ്ട്, ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഓപ്പണായിട്ട് നിങ്ങളിലേക്ക് വന്ന് കയറാനുള്ള ഒരു മടിയുണ്ട്. നിങ്ങൾ കൈവിട്ട് പോയോ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പഴയ സ്നേഹവും കാര്യങ്ങളും ഇല്ലേ, ഇനി വീണ്ടും വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു പഴയ മനസ്സോടുകൂടി സ്വീകരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ മാറിപ്പോയിട്ടുണ്ടെന്ന് പറയാം. കാരണം ഈ ഒരു പേഴ്സൻ്റെ ചുറ്റുപാട് ഇപ്പോൾ അവർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ഉള്ള ഒരു കുറവെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില്ല, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റ് എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തിരിച്ചു കിട്ടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കറൻറ്റ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഈ ഒരു സാഹചര്യം മാറും. അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു അവൈലബിലിറ്റി ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ക്ലാരിറ്റി ഒരു പേഴ്സണായിട്ട് തന്നെ കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. അപ്പോൾ വരാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് വാച്ച് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും, അല്ലെങ്കിൽ ഒരു വ്യക്തത ഈ ഒരു പേഴ്സണ് ലഭിക്കും. അതാണ് ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയം എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറയുന്ന പോലെയുള്ളൊരു അവസരത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നോ കോൺടാക്റ്റിലുള്ള വ്യക്തികളുടെ തന്നെയാണ്. മാത്രമല്ല ചിലപ്പോൾ ഈ ഒരു നോ കോൺടാക്റ്റ് വന്നിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവും. റീസെൻ്റ്ലി ഇപ്പോൾ 1-2 ആഴ്ച മുൻപ് നോ കോൺടാക്റ്റിലായിട്ടുള്ള വ്യക്തികളല്ല, കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായത് ഒന്ന് മാറിപ്പോയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം പീരീഡ് നമ്മൾ ഇതിനകത്ത് കണക്കാക്കണം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. കാരണം എന്തായിരുന്നു നിങ്ങളുടെ പാസ്റ്റിലുള്ള പ്രശ്നമെങ്കിലും ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനാണ് ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് വന്നൊന്ന് മിണ്ടിയിട്ട് പോകാനല്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ തന്നാൽ കൊള്ളാം എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.